ഇസ്രയേലിനെതിരെയും നെതന്യാഹുവിനെതിരെയും സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ പട കനക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ചാര ഏജൻസിയുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ഖത്തറിൽ ആക്രമണം നടത്തി ലോകമൊട്ടാകെ ഇസ്രയേലിനെതിരെ വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലാണ് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം ഉണ്ടാവുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ബന്ദികളുടെ കുടുംബങ്ങൾ തന്നെയാണ് ഇപ്പോൾ നെതന്യാഹുവിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നെതന്യാഹുവിന്റെ ഓരോ നീക്കങ്ങളും ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്നുവെന്നാണ് അവർ ആരോപിക്കുന്നത്. സമാധാന കരാറിന് പ്രധാന തടസ്സമായി നിൽക്കുന്നതും നെതന്യാഹു തന്നെയാണ്. നെതന്യാഹുവിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ബന്ദികളുടെ മോചനത്തിനായി രൂപീകരിച്ച ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ബ്രിങ് ദം ഹോം നൗ എന്ന സംഘടനയാണ്. ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇവരുടെ വിമർശനം. ഓരോ സമാധാന കരാർ അടുത്തു വരുമ്പോഴും നെതന്യാഹു അതിനെ അട്ടിമറിക്കുന്നുവെന്നാണ് അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അതേസമയം ഹമാസിന്റെ മുതിർന്ന നേതാക്കളും ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഹമാസ് നേതാക്കളെ ഇല്ലാതാക്കുന്നത് ബന്ദികളുടെ മോചനത്തിന് സഹായിക്കുമെന്നാണ് നെതന്യാഹു വാദിക്കുന്നത്. നെതന്യാഹുവിന്റെ നിലപാടുകൾ കാരണം 42 ബന്ദികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്നും മറ്റ് ബന്ദികളുടെ ജീവൻ അപകടത്തിലാണെന്നുള്ള ആരോപണവും വരുന്നുണ്ട്. ഇസ്രയേലിന്റെ ഖത്തർ ആക്രമണത്തെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ നെതന്യാഹുവിന് വലിയ വിമർശനങ്ങൾ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിലെത്തി നെതന്യാഹുവുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. തങ്ങളുടെ പ്രധാന ലക്ഷ്യം ബന്ദികളുടെ മോചനമാണെന്നാണ് അമേരിക്ക ആവർത്തിച്ചത്. അതേസമയം മേഖലയിലെ പ്രധാന സഖ്യകക്ഷിയായ ഖത്തർ ഈ ആക്രമണത്തെ വെറും ഭീരുത്വമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നുമാണ് വിശേഷിപ്പിച്ചത്. ഖത്തർ ആക്രമണത്തിന് പിന്നാലെ ഐക്യരാഷ്ട്രസഭ ഇസ്രയേലിനെതിരെ 142 അംഗങ്ങൾ അനുകൂലിച്ച പ്രമേയവും പാസാക്കിയിരുന്നു. നെതന്യാഹുവിന്റെ നീക്കങ്ങൾ ഇസ്രയേൽ അമേരിക്ക ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമോ എന്ന ആശങ്കയും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. അമേരിക്കയുടെ സൈനിക താവളമുള്ള ഖത്തറിനെതിരെയുള്ള ആക്രമണം മേഖലയിലെ സമാധാന ശ്രമങ്ങളെ സാരമായി തന്നെ ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അതേസമയം ഗാസയിൽ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രയേൽ സൈന്യം. വൻ കരസേന ആക്രമണത്തിന് മുന്നോടിയായി ഗാസ സിറ്റിയിലെ താമസക്കാരോട് ഉടൻ പ്രദേശം വിട്ടുപോകാനും ഇസ്രയേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യോമാക്രമണങ്ങളിൽ നിരവധി കെട്ടിടങ്ങളാണ് തകർന്നടിഞ്ഞത്. പലയിടങ്ങളിലും സ്കൂളുകളും താൽക്കാലിക ഷെൽട്ടറുകളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രയേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചത്. ഈ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു. അതിനുശേഷം ഇസ്രയേൽ നടത്തിയ തിരിച്ചടികളിൽ ഗാസയിൽ 64,605 ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും നെതന്യാഹുവിന്റെ നിലപാടുകൾ വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. ബന്ദികളുടെ മോചനം നീണ്ടുപോകുന്നതും ഗാസയിലെ മാനുഷിക ദുരന്തം രൂക്ഷമാകുന്നതും ഇസ്രയേൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ്. ഇപ്പോൾ ബന്ദികളുടെ കുടുംബങ്ങളുടെ പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുന്നത് ലോകരാജ്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുന്ന സമയത്ത് തന്നെയാണ്. ഇങ്ങനെ പോയാൽ യുദ്ധവും വംശഹത്യയും ന്യായീകരിക്കുന്ന സ്വന്തം പ്രധാനമന്ത്രിയെ ജനങ്ങൾ തെരുവിൽ നേരിടുന്ന കാലം അധികം വൈകാതെ തന്നെ ഉണ്ടാകാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.